ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വോഡഫോൺ ഐഡിയ VI സിമ്മിൻ്റെ APN സെറ്റിങ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്. 2026 ഏറ്റവും പുതിയ APN സെറ്റിങ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 4G നെറ്റ്വർക്കും അതുപോലെ തന്നെ 5G നെറ്റ്വർക്കും ഒരേപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ APN സെറ്റിങ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ APN സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്ത് നോക്കുക. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു APN സെറ്റിങ്സ് വർക്കിംഗ് അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റീസെറ്റ് ചെയ്യുക. ഒട്ടുമിക്ക ആൾക്കാർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു APN സെറ്റിങ്സ് ആണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മൊബൈൽ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് VIയുടെ സിമ്മ് സെലക്ട് ചെയ്ത് കൊടുക്കാം. മുകളിൽ കാണുന്ന സിമ്മ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് താഴെ ആയിക്കൊണ്ട് ആക്സസ് പോയിൻറ്റ് നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആക്സസ് പോയിൻറ്റ് നെയിമിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മുന്നേ APN സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിങ്സ് കാണാൻ വേണ്ടി സാധിക്കും. അല്ല എങ്കിൽ ഡിഫാൾട്ട് ആയിക്കൊണ്ട് അതിൽ കിടക്കുന്ന ആ ഒരു APN സെറ്റിങ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് റീസെറ്റ് ചെയ്ത് കളയാം. മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ റീസെറ്റ് ചെയ്യുകയാണ്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആകെ ഒരു APN സെറ്റിങ്സ് മാത്രമായിരിക്കും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നെയിം എന്ന് കാണുന്നിടത്ത് VI എന്ന് ടൈപ്പ് ചെയ്യുക. V ക്യാപിറ്റൽ ലെറ്ററിലും അതുപോലെ തന്നെ I സ്മോൾ ലെറ്ററിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂണിവേഴ്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രോ എന്നും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. V ക്യാപിറ്റൽ ലെറ്ററാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സലിൻ്റെ U ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോയുടെ Pയും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഈ ഒരു നെയിം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് APN എന്ന് കാണാൻ വേണ്ടി സാധിക്കും. APN എന്നുള്ളിടത്ത് നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് കൊടുക്കാം. www എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇൻ്റർനെറ്റ് എന്നാണ് ഈ ഒരു APN എന്നുള്ളിടത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഡൺ കൊടുത്തതിന് ശേഷം പ്രോക്സി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പോർട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ല. പകരം നമ്മൾ യൂസർ നെയിമിലാണ് ചേഞ്ച് ചെയ്യുന്നത്. @ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം VI യൂണിവേഴ്സൽ പ്രോ എന്ന് ഇതുപോലെ നമ്മൾ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട. പകരം നമ്മൾ സെർവർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സെർവർ എന്നുള്ളിടത്ത് നമ്മൾ www.google.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് www.VI എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ VI.com എന്ന് കൊടുക്കാം. VI in എന്നും കൊടുക്കാം. കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് google.com തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ MMSC കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ MMS Proxy കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ MMS പോർട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ MCC കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഏരിയ കോഡാണ്. ഇതിലൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമ്മൾ അടുത്തായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്നതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു PAP എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനവിടെ അത് സെലക്ട് ചെയ്യുകയാണ്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ APN ടൈപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഡിഫാൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കോമ കൊടുക്കുക. അതിനുശേഷം സ്മോൾ ലെറ്ററിൽ തന്നെ SUPL എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡൺ കൊടുത്തതിന് ശേഷം താഴേക്ക് വരാം. APN പ്രോട്ടോകോൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ടച്ച് ചെയ്ത് കൊടുക്കുക. താഴെയായിക്കൊണ്ട് കാണുന്ന IPv4/IPv6 എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെ ആയിക്കൊണ്ട് നമുക്ക് APN റോമിംഗ് പ്രോട്ടോകോൾ കാണാൻ വേണ്ടി സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന IPv4/IPv6 എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ബെറർ കീ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ്സ്. ഒരുപാട് ഫോണുകളിൽ ഈ ഒരു സെറ്റിംഗ്സ് വർക്കിംഗ് ആവാറില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ആവാത്ത ഫോണിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മുകളിൽ കാണുന്ന നോട്ട് സ്പെസിഫൈഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് LTE എന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു LTE ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. LTE നിങ്ങളിത് കാണുന്നില്ലെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ NR എന്ന് കാണാൻ വേണ്ടി സാധിക്കും. NR എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ APN സെറ്റിങ്സുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് LTE സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ HSPA സെലക്ട് ചെയ്യാം. അതുപോലെ HSDPA സെലക്ട് ചെയ്യാം. താഴെ കാണുന്ന EDGE സെലക്ട് ചെയ്യാം. താഴെ കാണുന്ന EVDOA എന്ന് പറയുന്ന ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ EVDOA എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ സെലക്ട് ചെയ്ത NR കാണാൻ വേണ്ടി സാധിക്കും. NR സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു ഡൺ കൊടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഓൺ ചെയ്യുകയോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു APN സെറ്റിങ്സ് പൂർണ്ണമായിട്ടും വർക്കിംഗ് ആവുകയുള്ളൂ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് റീസെറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 4Gയിലും 5Gയിലും ഒരുപോലെ വർക്കിംഗ് ആവുന്ന ഒരു APN സെറ്റിങ്സ് ആണ്. അപ്പോൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും
ബൈ.